എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന്റെ പേരിലായിരുന്നു മൗലാന മുഹമ്മദ് അലി ജൗഹർ. മതം എന്താണ്, രാഷ്ട്രീയം എന്താണ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും പഠിക്കേണ്ടുന്ന ഈ ആധുനിക കാലഘട്ടത്തിലെ ചില കഥാപാത്രങ്ങളുണ്ട്. അതിലൊന്നാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഗാന്ധിജി എന്ന് പറയുന്ന മനുഷ്യൻ ഏത് തൊപ്പിയാണ് വെച്ചത് എന്ന് ചരിത്രത്തിന്റെ താളുകളിലേക്ക് നിങ്ങൾ പോയാൽ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയും ദൈവബന്ധു ഉലമാക്കളെയും അനുകരിച്ചുകൊണ്ടാണ് ഗാന്ധിജി അടക്കം തൊപ്പിവെച്ചു പോയത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1931 ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ട് എങ്ങനെയാണ് ആ വരുന്ന ബക്കിംഗ്ഹാം കൊട്ടാരത്തിലേക്ക് ഒരാളെ അയക്കുക എന്ന് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതൃത്വങ്ങളും അന്നത്തെ നേതാക്കന്മാരും ആഗ്രഹിച്ചപ്പോൾ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറഞ്ഞ പേര് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ. ബോംബെയിൽ നിന്ന് കപ്പൽ കയറുന്ന സമയം നേതാക്കന്മാർ ചോദിച്ചു, മൗലാന വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ? നിങ്ങൾ അവിടെ പറയാൻ പോകുന്ന പ്രകടന പത്രിക എന്താണ്? അത് ഞങ്ങൾക്കറിയണം. തന്റെ ശിരുവാണിയുടെ പോക്കറ്റിൽ നിന്ന് മെല്ലെ ഖുർആൻ എടുത്തുയർത്തിക്കൊണ്ട്, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ, ഇത് മാത്രമാണ് എന്റെ പ്രകടന പത്രിക, ഇത് മാത്രമാണ് എന്റെ പ്രകടന പത്രിക എന്ന് പറഞ്ഞ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പഴയകാല ചരിത്രത്തിലെ നേതൃത്വമാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. ഇന്ത്യ അടക്കമുള്ള 80 രാജ്യങ്ങളെ ഭരിച്ചുകൊണ്ടിരുന്ന ചക്രവർത്തിയുടെ മുമ്പിലേക്ക് ഇന്ത്യ പ്രതിനിധിയായി അയക്കുന്നത് മൗലാന മുഹമ്മദ് അലി ജൗഹറിനെയാണ്. അവസാനമായി അദ്ദേഹത്തിന്റെ പ്രഭാഷണം നടത്താൻ വേണ്ടി അന്നത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക്, വട്ടമേശ സമ്മേളനത്തിലേക്ക് പുറപ്പെടുന്നു. 80 രാജ്യത്തെ ഭരിക്കുന്ന രാജാവിന്റെ മുമ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ സമയത്ത് ഇദ്ദേഹം ഇവിടെ കസറുമെന്നും ഇദ്ദേഹം ചിലപ്പോൾ പ്രഭാഷണം നടത്തിയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കുമെന്നും ജോർജിന് തോന്നിയ സമയം അദ്ദേഹം പറഞ്ഞത് 5 മിനിറ്റ് സമയം അനുവദിക്കാം, അതിൽ കൂടുതൽ അനുവദിക്കൂല എന്നാണ്. പ്രഭാഷണം നടത്തുന്നവർക്കറിയാം 5 മിനിറ്റ് സമയം കൊടുത്താൽ ഒന്നും പറയാൻ പറ്റൂല. അങ്ങനെ സംസാരം തുടങ്ങുന്നത് തന്നെ മിസ്റ്റർ ജോർജ്, ഹോണറബിൾ ജോർജ്, അങ്ങനെ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഹോണറബിൾ ജോർജ്, ബഹുമാനപ്പെട്ട ജോർജ്, ഐ ആം ദ റെപ്രസെന്റേറ്റീവ് ഓഫ് 32 crores. ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് എനിക്ക് 1 കോടി ജനതയ്ക്ക് 1 മിനിറ്റ് താ. അങ്ങനെ 32 മിനിറ്റെങ്കിലും എനിക്ക് അനുവദിക്കണം. അങ്ങനെ അവസാനം അദ്ദേഹം കുറച്ച് സമയം നീട്ടി ചോദിക്കുകയാണ്. ജോർജ് അതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തന്റെ പ്രഭാഷണത്തിന്റെ ഇടക്ക് വെച്ച്, മൈ ബിലോവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം he said that, എന്റെ സ്നേഹഭാജനമായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഫ്രീഡത്തെ കുറിച്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും സ്റ്റോപ്പ് ദെയർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ, ഇവിടെ സൂചിപ്പിക്കണ്ട, നിർത്തവിടെ എന്ന് ജോർജ് പറഞ്ഞ ഒരു സന്ദർഭം ഹിസ്റ്റോറിയൻസ് എഴുതി വെക്കുകയാണ്. അതുവരെ ഹോണറബിൾ ജോർജ് എന്ന് പറഞ്ഞിരുന്ന അതേ നാക്കുകളെ കൊണ്ട് തന്റെ മേശയിൽ കൈയടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞ വാക്ക് ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങണം, ഇന്നും നമ്മൾ മനസ്സിലാക്കണം. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, ഐ എം എ മുസ്ലിം ഓൺലി. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ മതത്തെക്കുറിച്ചാണോ എങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസ്ലിം മാത്രമാണ്. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ നേഷൻ, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, ഫൈനലി, ഐ എം ആൻ ഇന്ത്യൻ ഓൺലി. മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എന്റെ രാഷ്ട്രത്തെക്കുറിച്ചാണോ എങ്കിൽ ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഫസ്റ്റ്ലി ഐ എം എ മുസ്ലിം, സെക്കൻഡ്ലി ഐ എം ആൻ ഇന്ത്യൻ, ഫസ്റ്റ്ലി ഐ എം എ മുസ്ലിം, സെക്കൻഡ്ലി ഐ എം ആൻ ഇന്ത്യൻ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ഈ പ്രഭാഷണത്തിന് അടിക്കുറിപ്പ് കൊടുത്തുകൊണ്ട് ഗാന്ധിജി എഴുതി വെക്കുന്നുണ്ട്, ഇന്ത്യക്ക് വേണ്ടി അനേകായിരം ആളുകൾ സ്വാതന്ത്ര്യ പ്രഭാഷണം നടത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യം കിട്ടാൻ. പക്ഷേ മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ പോലെ ആരും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല, ആരും ഇത്ര ആത്മാർത്ഥമായി സംസാരിച്ചിട്ടില്ല.